മഹത്വമുണ്ടായിരിക്കട്ടെ. സ്ലീഹാ നോമ്പിൽ 6-ാം ദിവസമായ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 തീമോഥെയോസ് 1-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഭയത്തെ അതിജീവിക്കുന്ന ദൈവവിശ്വാസം. കുറിവാക്യമായി 2 തീമോഥെയോസ് 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പൗലോസ് തീമോഥെയോസിന് എഴുതിയ ലേഖനം ഇടയ ലേഖനം എന്ന പേരിൽ അറിയപ്പെടും. സഭയുടെ ചുമതല വഹിക്കുന്ന ഇടയന്മാർ ജനങ്ങളെ പരിപാലിക്കുന്നതും വിശ്വാസം സംരക്ഷിക്കുന്നതും സ്വന്തം ജീവിതത്തിൽ ശിക്ഷണം പാലിക്കുന്നതും എപ്രകാരമായിരിക്കണമെന്ന് പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ഇടയന്മാരുടെ ഉത്തരവാദിത്വമാണെന്ന് പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. തടവിലായിരിക്കുമ്പോഴാണ് പൗലോസ് തീമോഥെയോസിന് 2-ാം ലേഖനം എഴുതുന്നത്. താൻ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിലും ധൈര്യശാലിയായ പൗലോസിനെയാണ് നാം കാണുന്നത്. പാപത്തിന്റെ അനന്തരഫലമാണ് ഭീരുത്വം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിൽ നിന്നകന്ന് പാപത്തിൽ വീണുപോയതിൽ നിന്നുളവാകുന്ന അവസ്ഥയാണ് ഭയം. ഭയം നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളെ തളർത്തിക്കളയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാതെ മറച്ചു വയ്ക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ പഴിചാരുവാൻ വ്യഗ്രത കാട്ടുന്നതാണ് ഭീരുത്വം. ദൈവസ്നേഹം നഷ്ടപ്പെട്ടവനാണ് ഭീരു. ഈ ഭീരുത്വത്തെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മിലുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നാമതായി, ഭയത്തെ അതിജീവിക്കുന്ന ശക്തിയുടെ ആത്മാവ്. ദൈവത്തിലും അവന്റെ വചനത്തിലും യേശുക്രിസ്തുവിലുമുള്ള ഒരുവന്റെ വിശ്വാസമാണ് അവനിലെ ശക്തി. നിരന്തരം വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ദൈവീക ശക്തി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ നാം ദൈവത്തെയും അവന്റെ വചനത്തെയും അവിശ്വസിച്ച് ഭീരുക്കളാവുവാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ഭയത്തെ അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ ആത്മാവ്. ദൈവശക്തിയുടെ ആത്മാവ് നമ്മിൽ വളരുമ്പോൾ നമ്മിൽ ദൈവസ്നേഹം ഉടലെടുക്കും. ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹവിശ്വാസികളെ, സമസൃഷ്ടങ്ങളെ കരുതുവാനും സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 4-ാം അധ്യായം 11-18 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയും. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. മൂന്നാമതായി, ഭയത്തെ അതിജീവിക്കുന്ന സുബോധത്തിന്റെ ആത്മാവ്. ഭയം നമ്മുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലേക്കും സംശയത്തിലേക്കും തള്ളിയിടും. ദൈവസത്യത്തിൽ നിന്നും ഭയം നമ്മെ അകറ്റിക്കളയും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയും സ്നേഹത്തിന്റെ ആത്മാവും നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ സുബോധത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും സ്വയനിയന്ത്രണത്തിലും ശിക്ഷണത്തിലും വളർന്നു വരുവാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മോട് കൂടെയുള്ളപ്പോൾ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ച് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അതിജീവിച്ച് ലജ്ജിക്കാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ നിന്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.